അദർസു റോബിയ. ഏവർക്കും 4-ാം പാഠത്തിലേക്ക് സ്വാഗതം. ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് അറബി ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഹുറൂഫുൽ ജറുകളെ സംബന്ധിച്ചാണ്. അഥവാ ഇസ്മുകൾക്ക് തൊട്ടുമുമ്പിലായി വരുന്ന ഹുറൂഫുൽ ജറുകൾ. ഈ ജറ് നൽകപ്പെടേണ്ട ഹർഫുകൾ ഏതെങ്കിലും ഒരു ഇസ്മിന്റെ തൊട്ടുമുമ്പിലായി വന്നാൽ ആ ഇസ്മിന്റെ അവസാനത്തെ അക്ഷരത്തിന് കെസ്ർ ജറ് നൽകേണ്ടതാണ്. ജറിന് ധാരാളം ചിഹ്നങ്ങളുണ്ട്. ജറിന്റെ ഏറ്റവും പ്രകടമായ ചിഹ്നമാണ് കെസ്ർ എന്നുള്ളത്. ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അൽ ബൈത്തു, ഒരു വീട്. ഫിൽ ബൈത്തി, വീട്ടിൽ എന്നാണ് അർത്ഥം. ഫി എന്നാൽ ഇംഗ്ലീഷിൽ IN, ഇൻ എന്ന് നാം ഉപയോഗിക്കുന്ന അതേ അർത്ഥത്തിലുള്ള അറബി പദമാണ് ഫി എന്നുള്ളത്. ഇൻ, ഇൽ എന്ന അർത്ഥം, വീട്ടിൽ. ഫിൽ ബൈത്തി, വീട്ടിൽ. അൽ മസ്ജിദു, ഒരു പള്ളി. ഫിൽ മസ്ജിദി, പള്ളിയിൽ. അൽ മക്തബു, മേശ, ഓഫീസ്, അങ്ങനെ പല അർത്ഥങ്ങളുമുണ്ട്. അൽ മക്തബു, മേശ. അലൽ മക്തബി, മേശയുടെ മേൽ. അല എന്നാൽ ഇംഗ്ലീഷിൽ ഓൺ, ON എന്ന അർത്ഥമാണ്. അല എന്നുള്ള ഹർഫ് ജറിനുള്ളത്. അലൽ മക്തബി, മേശയുടെ മുകളിൽ, മേശമേൽ. അസ്സരീറു, കട്ടിൽ. അലസ്സരീരി, കട്ടിലിൽ മേൽ. ഇനി താഴെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെ. ഐന എന്നാൽ എവിടെ എന്നാണ് അർത്ഥം. വേർ എന്നതിന് സമാനമായ പ്രയോഗമാണ് ഐന. ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെ. ഹുവ ഫിൽ ഉർഫ, അദ്ദേഹം റൂമിലാണ്. ഹുവ എന്നാൽ അവൻ, അദ്ദേഹം. ഫിൽ ഉർഫത്തി, ഉർഫത്ത് എന്നാൽ റൂം. ഹുവ ഫിൽ ഉർഫത്തി, അദ്ദേഹം റൂമിലാണ്. വൈന യാസർ, യാസറും എവിടെ. വ എന്നാൽ ആൻഡ്, AND എന്നതിന് തുല്യമായ അറബി പദമാണ് വാവ്, വ. വൈന യാസർ, യാസറും എവിടെ. ഹുവ ഫിൽ ഹമ്മാമി, അദ്ദേഹം ബാത്റൂമിലാണ്. ഹമ്മാം എന്നാൽ ബാത്റൂം. ഹുവ ഫിൽ ഹമ്മാമി, അദ്ദേഹം ബാത്റൂമിലാണ്. വൈന ആമിന, വൈന ആമിനത്തു, ആമിന എവിടെ. ഹിയ ഫിൽ മത്ബഹി, അവൾ അടുക്കളയിലാണ്. മത്ബഹ് എന്നാൽ കിച്ചൺ, അടുക്കള. ഹിയ എന്നാൽ അവൾ. ഫിൽ മത്ബഹി, കിച്ചണിലാണ്. വൈനൽ കിതാബു, പുസ്തകം എവിടെ. പുസ്തകം എവിടെ. ഹുവ അലൽ മക്തബ്, അത് മേശയുടെ മുകളിലാണ്, മേശമേലാണ്. വൈന സാഅത്തു, വാച്ച് എവിടെ. സാഅത്ത് എന്നാൽ ധാരാളം അർത്ഥങ്ങളുണ്ട്. മണിക്കൂർ, സമയം, വാച്ച്, ക്ലോക്ക്, അന്ത്യദിനം എന്നിങ്ങനെ ധാരാളം അർത്ഥങ്ങളുള്ള ഒരു പദമാണ് സാഅത്ത്. വൈന സാഅത്തു, വാച്ച് എവിടെ. ഹിയാല സരീരി, അത് കട്ടിലിന്മേലാണ്. ഹിയാല സരീരി, അത് കട്ടിലിന്മേലാണ്. നാം ഫോട്ടോയിൽ കാണുന്നത് മത്ബഹിന്റെ ചിഹ്നമാണ്. അൽ മത്ബഹു, അടുക്കള, കിച്ചൺ. തമാരീൻ, അഭ്യാസങ്ങൾ ശ്രദ്ധിക്കുക. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ, താഴെ തന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകി. വാഹിദ്, ഐനൽ കിതാബു, പുസ്തകം എവിടെ. അൽ കിതാബു അലൽ മക്തബി, പുസ്തകം മേശയുടെ മുകളിലാണ്. ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെ. മുഹമ്മദുൻ ഫിൽ ഉർഫ, മുഹമ്മദ് റൂമിലാണ്. ഐന സാഅത്തു, വാച്ച് എവിടെ. ഐന യാസുറു, യാസുർ എവിടെ. ഐന ആമിനത്തു, ആമിന എവിടെ. ആ ആമിനത്തു ഫിൽ ഉർഫ, ആമിന റൂമിലാണോ. അയാസറു ഫിൽ മത്ബഹി, യാസർ അടുക്കളയിലാണോ.
മൻ ഫിൽ ഉർഫ, റൂമിൽ ആരാണ്? മൻ എന്നാൽ ഹു. വമൻ ഫിൽ ഹമ്മാമി, ബാത്റൂമിൽ ആരാണ്? മാദാ അലൽ മക്തബി, മേശയുടെ മുകളിൽ എന്താണ്? മാദാ അല സരീരി, കട്ടിലിന്മേൽ എന്താകുന്നു? മാദാ എന്നാൽ വാട്ട് എന്ന അർത്ഥത്തിലുള്ള പ്രയോഗമാണ് അറബി ഭാഷയിൽ മാദാ എന്നുള്ളതിനർത്ഥം. വാട്ട്, എന്ത്. ഇഖ്റ വക്തുബ് മാ ലബ്തി അവാഖിൽ കലിമാത്ത്, താഴെ തന്ന പദങ്ങളുടെ അവസാനത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത് വെളിവാക്കിക്കൊണ്ട് നീ എഴുതുകയും വായിക്കുകയും ചെയ്യുക. അൽ മദ്രസത്തു, ഫിൽ മദ്രസത്തി, ഫിൽ ബൈത്തി, അൽ ബൈത്തു, അൽ ഉർഫത്തു, അൽ ഹമ്മാമു, ഫിൽ മത്ബഖി, അൽ മക്തബു, അലൽ മക്തബി, അലൽ കുർസി, അസ്സരീറു, അലൽ കിതാബി. അസ്സരീറു കട്ടിൽ, അലൽ കിതാബി ബുക്കിന്മേൽ, ഫിൽ മസ്ജിദി പള്ളിയിൽ. ഇഖ്റ വക്തുബ്, നീ വായിക്ക്, നീ എഴുത്. അത്തോലിബു ഫിൽ ജാമിഅത്തി, അത്തോലിബ് വിദ്യാർത്ഥി, ഫിൽ ജാമിഅത്തി യൂണിവേഴ്സിറ്റിയിലാണ്. ജാമിഅത്ത് എന്നാൽ യൂണിവേഴ്സിറ്റി, സർവകലാശാല എന്നാണ് അർത്ഥം. അർറജുലു ഫിൽ മസ്ജിദി, പുരുഷൻ പള്ളിയിലാകുന്നു. അർറജുലു ഫിൽ മസ്ജിദി, പുരുഷൻ പള്ളിയിലാകുന്നു. അയിന താജിറു, കച്ചവടക്കാരൻ എവിടെ? താജിർ എന്നാൽ വ്യാപാരി, മർച്ചന്റർ എന്നാണ് അർത്ഥം. ഹുവ ഫി ദുക്കാനി, അദ്ദേഹം ഷോപ്പിലാകുന്നു. അൽ ഖലമു അലൽ മക്തബി, പേന മേശയുടെ മുകളിലാകുന്നു, മേശന്മേലാകുന്നു. അയിന സൈനബു, സൈനബു എവിടെ? ഹിയ ഫിൽ ഉർഫത്തി, അവൾ റൂമിലാകുന്നു. അയിനൽ വറക്കു, പേപ്പർ എവിടെ? ഹുവ അലൽ മക്തബി, ഹുവ അലൽ മക്തബി, അത് മേശയുടെ മുകളിലാകുന്നു. അയിനൽ മുദദ്ദിസു, അധ്യാപകൻ എവിടെ? ഹുവ ഫിൽ ഫസ്ലി, അദ്ദേഹം ക്ലാസ്സിലാകുന്നു. അയിന യാസുറു, യാസർ എവിടെ? ഹുവ ഫിൽ മിർഹാലി, അദ്ദേഹം കക്കൂസിലാകുന്നു. മിർഹാൽ എന്നാൽ കക്കൂസ് എന്നാണ് അർത്ഥം, കക്കൂസ്. ഹമ്മാം എന്നാൽ ബാത്റൂം. അശംസു വൽ ഖമറു ഫിസ് സമായി, സൂര്യനും ചന്ദ്രനും ആകാശത്തിലാകുന്നു. സമാ എന്നാൽ ആകാശം. ഷംസ് സൂര്യൻ, ഖമർ ചന്ദ്രൻ, ഫിസ്സമായി ആകാശത്തിൽ. മൻ ഫിൽ ഫസ്ലി, ക്ലാസ്സിൽ ആരാണ്? ഫസ്ലുൻ അർത്ഥം ക്ലാസ്. മൻ ഫിൽ ഫസ്ലി, ക്ലാസ്സിൽ ആരാകുന്നു? ഇവിടെ ധാരാളം പുരുഷന്മാരുടെ പേരുകളും സ്ത്രീകളുടെ പേരുകളുമുണ്ട്. മുഹമ്മദുൻ, ഖാലിദുൻ, ഹാമിദുൻ, യാസിറുൻ, അമ്മാറുൻ, സഈദുൻ, അലിയുൻ, അബ്ബാസുൻ. ആമിനത്തു, സൈനബു, ഫാത്തിമത്തു, മറിയമു, ആയിഷത്തു, ഖദീജത്തു, സഫിയത്തു, റുഖയ്യത്തു. ഇവിടെ സ്ത്രീകളുടെ പേരിന്റെ അവസാനത്തെ അക്ഷരത്തിന് 2 ലൊമ്മ് നാം നൽകാറില്ല. അഥവാ സ്ത്രീകളുടെ പേരുകളുടെ അവസാന അക്ഷരത്തിന് 2 റഫ്ഉകൾ നാം ഒരിക്കലും നൽകരുത് എന്നുള്ളത് അറബി ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. പുരുഷന്റെ പേരുകൾക്ക് മുമ്പിൽ പേരുകളുടെ അവസാനത്തെ അക്ഷരത്തിന് മുഹമ്മദുൻ, ഖാലിദുൻ, യാസുറുൻ, അമ്മാറുൻ, സഈദുൻ, അലിയും എന്ന് നാം നൽകാറുണ്ട്. എന്നാൽ സ്ത്രീകളുടെ പേരിന്റെ അവസാനത്തെ അക്ഷരത്തിന് 2 തെൻവീനുകൾ നാം ഒരിക്കലും നൽകാൻ പാടില്ല. അഥവാ 2 ഫതഹോ 2 കസ്റോ 2 ലമ്മോ നാം ഒരിക്കലും നൽകാൻ പാടില്ല. ഇഖ്റ വക്തുബ് മാ ലബ്തി അവാഖിൽ കലിമാത്ത്, താഴ്ത്തുന്ന പദങ്ങളുടെ അവസാനത്തെ അക്ഷരത്തിന് ഹർക്കത്തുകൾ നൽകിക്കൊണ്ട് നീ വായിക്കുകയും നീ എഴുതുകയും ചെയ്യും. ഹാമിദുൻ, സൈനബു, ആമിനത്തു, അമ്മാറുൻ, സഈദുൻ, ഫാത്തിമത്തു, മറിയമു, അലിയുൻ, ഖാലിദുൻ, അബ്ബാസുൻ, ആയിഷത്തു, മുഹമ്മദുൻ, സഫിയത്തു, ഖദീജത്തു. ഇവിടെയെല്ലാം നാം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളുടെ പേരാണെങ്കിൽ അവയുടെ അവസാനത്തെ അക്ഷരത്തിന് ഒരിക്കലും തൻവീൻ നൽകാൻ പാടില്ല. പുരുഷന്മാരുടെ പേരാണെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് തൻവീൻ നൽകുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല.
അൽ ബൈത്തു വീട്, മിനൽ ബൈത്തി വീട്ടിൽ നിന്ന്. മിന എന്നാൽ അറബി ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജറിന്റെ ഹർഫാണ് മിന. മിന എന്നാൽ ഇംഗ്ലീഷിൽ ഫ്രം, FROM എന്ന ഇംഗ്ലീഷ് പദത്തിന് സമാനമായ അർത്ഥമാണ് അറബിയിലെ മിന എന്നുള്ളത്. മിനൽ ബൈത്തി വീട്ടിൽ നിന്ന്, ഫ്രം നിന്ന്. അൽ മസ്ജിദു പള്ളി, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. ഇംഗ്ലീഷിലെ TO എന്നതിനോട് സമാനമായ അർത്ഥമാണ് ഇല എന്നാൽ. ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. അൽ മുദദ്ദിസു അധ്യാപകൻ. മിൻ ഐന അൻത നീ എവിടെ നിന്നാണ്. മിൻ ഐന അൻത, അൻത നീ. മിൻ നിന്ന്, ഐന എവിടെ, അൻത നീ എവിടെ നിന്നാകുന്നു. മുഹമ്മദ് അന മിനൽ യാബാൻ ഞാൻ ജപ്പാനിൽ നിന്നാണ്. അന ഞാൻ, അന എന്നാൽ ഞാൻ എന്നാണ് അർത്ഥം. അൻത എന്നാൽ നീ എന്നും. അന മിനൽ യാബാൻ ഞാൻ ജപ്പാനിൽ നിന്നാണ്. യാബാൻ എന്നാൽ ജപ്പാൻ. ജപ്പാനിൽ എന്ന് അറബിയിൽ പറയുന്ന പേരാണ് യാബാൻ എന്ന്. അൽ മുദദ്ദിസു അധ്യാപകൻ, ടീച്ചർ. വമിൻ ഐന അമ്മാർ അമ്മാർ എവിടെ നിന്നുള്ളവനാണ്. വമിൻ ഐന അമ്മാർ അമ്മാർ എവിടെ നിന്നുള്ളതാണ്. മുഹമ്മദ് ഹുവ മിനസ്സീൻ അദ്ദേഹം ചൈനയിൽ നിന്നുള്ളവനാണ്. ഹുവ മിനസ്സീൻ അദ്ദേഹം ചൈനക്കാരനാണ്. അദ്ദേഹം ചൈനയിൽ നിന്നുള്ളവനാണ്. അൽ മുദദ്ദിസു അധ്യാപകൻ. വമിൻ ഐന ഹാമിദുൻ ഹാമിദ് എവിടെ നിന്നുള്ളവനാണ്. ഹാമിദ് എവിടെ നിന്നുള്ളവനാണ്. മുഹമ്മദ് ഹുവ മിനൽ ഹിന്ദ് അവൻ ഇന്ത്യയിൽ നിന്നുള്ളവനാണ്. അൽ മുദദ്ദിസു അധ്യാപകൻ. ഐന അബ്ബാസ് അബ്ബാസ് എവിടെ. മുഹമ്മദ് ഖറജ അവൻ പോയി, പുറപ്പെട്ടു, അവൻ പുറത്തുപോയി. അൽ മുദദ്ദിസു ഐന ദഹബ എവിടെയാണ് അവൻ പോയത്. മുഹമ്മദ് ദഹബ ഇലൽ മുദീറി മുദീറിലേക്കാണ് അവൻ പോയത്. ദഹബ അവൻ പോയി. ഖറജ അവൻ പുറപ്പെട്ടു. അൽ മുദദ്ദിസ് വൈന ദഹബ അലിയൻ അലി എവിടേക്കാണ് പോയത്. മുഹമ്മദ് ദഹബ ഇലൽ മിർഹാലി അവൻ കക്കൂസിലേക്കാണ് പോയത്. മിർഹാൽ എന്നാൽ കക്കൂസ് എന്നാണ് അർത്ഥം. ഹെമ്മാം എന്നാൽ ബാത്റൂം. തമാരീൻ അഭ്യാസങ്ങൾ. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ താഴെ തന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽക്. മിൻ ഐന അൻത നീ എവിടെ നിന്നുള്ളവനാണ്. മിൻ ഐന അൻത നീ എവിടെ നിന്നുള്ളവനാണ്. അൻത മിൻ ഫിലിപ്പീൻ നീ ഫിലിപ്പീനിൽ നിന്നുള്ളവനാണോ. മൻ മിനസ്സീൻ ചൈനയിൽ നിന്നുള്ളവൻ ആരാണ്. മിൻ ഐന ഹാമിദുൻ ഹാമിദ് എവിടെ നിന്നുള്ളവനാണ്. ഐന ദഹബ അബ്ബാസുൻ അബ്ബാസ് എവിടേക്കാണ് പോയത്. അദഹബ അലിയുൻ ഇലൽ മുദീറി അലി മുദീറിന്റെ അടുത്തേക്കാണോ പോയത്. ഇഖ്റ വക്തുബ് മാ ദബ്തി അവാഖിരിൽ കലിമാത്ത് പദങ്ങളുടെ അവസാനത്തെ അക്ഷരത്തിന് ഹർക്കത്ത് നൽകിക്കൊണ്ട് നീ എഴുതുകയും വായിക്കുകയും ചെയ്യുക. അൽ ഉർഫത്തു റൂം മിനൽ ഉർഫത്തി റൂമിൽ നിന്ന്. മിനൽ ഹമ്മാമി ബാത്റൂമിൽ നിന്ന്. അൽ മിർഹാലുൻ ടോയ്ലറ്റ്. ഇലൽ മിർഹാലി ടോയ്ലറ്റിലേക്ക്, ടു ദി ടോയ്ലറ്റ്. യാബാൻ ജപ്പാൻ. ഫിലിപ്പീൻ. മിനൽ ഹിന്ദി ഇന്ത്യയിൽ നിന്ന്. ഇല സീൻ ചൈനയിലേക്ക്. സീൻ എന്നാൽ ചൈന. ഇഖ്റ വക്തുബ് നീ എഴുത്, നീ വായിക്ക്. മിൻ ഐന ഫാത്തിമത്തു ഫാത്തിമ എവിടെ നിന്നാണ്. ഹിയ മിനൽ ഹിന്ദ് അവൾ ഇന്ത്യയിൽ നിന്നുള്ളവളാണ്. ഖറജൽ മുദദ്ദിസു മിനൽ ഫസ്ലി വദഹബ ഇലൽ മുദീരി. ഖറജൽ മുദദ്ദിസു മിനൽ ഫസ്ലി അധ്യാപകൻ ക്ലാസ്സിൽ നിന്നും പുറപ്പെട്ടു. വദഹബ ഇലൽ മുദീരി അദ്ദേഹം മുദീറിന്റെ അടുത്തേക്ക് പോയി. ദഹബ താജിറു ഇല ദുക്കാനി. ദഹബ താജിറു ഇല ദുക്കാനി വ്യാപാരി അദ്ദേഹത്തിന്റെ ഷോപ്പിലേക്ക് പോയി. വ്യാപാരി ഷോപ്പിലേക്ക് പോയി. ഖറജ ഹാമിദുൻ മിനൽ ഉർഫത്തി വദഹബ ഇലൽ ഹമ്മാമി ഹാമിദ് റൂമിൽ നിന്ന് പുറപ്പെട്ടു, ബാത്റൂമിലേക്ക് പോയി.
ഹാമിദ് റൂമിൽ നിന്ന് പുറപ്പെട്ട് ബാത്റൂമിലേക്ക് പോയി. മൻ ഖറജ മിനൽ ഫസ്ലി, ക്ലാസ്സിൽ നിന്ന് ആരാണ് പുറത്തു പോയത്? ഖറജ ത്വാലിബു മിനൽ മദ്രസത്തി, സ്കൂളിൽ നിന്നും വിദ്യാർത്ഥി പുറപ്പെട്ടുപോയി. വദഹബ ഇല സൂഖി, അവൻ അങ്ങാടിയിലേക്ക്, സൂഖ് എന്നാൽ മാർക്കറ്റ്, അങ്ങാടിയിലേക്ക് അവൻ പോയി. ഖറജ ത്വാലിബു മിനൽ മദ്രസത്തി, സ്കൂളിൽ നിന്നും വിദ്യാർത്ഥി പുറപ്പെട്ടു. വദഹബ ഇല സൂഖി, അവൻ അങ്ങാടിയിലേക്ക് പോയി. ഖദീജത്തു മിനൽ സീനി വ ഖാലിദുൻ മിനൽ യാബാനി, ഖദീജ ചൈനയിൽ വന്നതാണ്. ഖദീജ ചൈനയിൽ നിന്നുള്ളവളാണ്. വ ഖാലിദുൻ മിനൽ യാബാൻ, ഖാലിദ് ജപ്പാനിൽ നിന്നുള്ളവനുമാണ്. ഫിൽ ഫറായി ഫീമാ യലി ഹർഫ ജദ്ദിൻ മുനാസബിൻ, താഴെ തരുന്ന ചോദ്യങ്ങൾക്ക് യോജിച്ച ഹർഫിന്റെ ജദ്ദുകൾ വെച്ചുകൊണ്ട് നീ വിട്ടഭാഗം പൂരിപ്പിക്കും. ഫിൽ ഫറായി, വിട്ടഭാഗത്തിൽ നീ വക്ക്, ഫീമാ യലി ഹർഫ ജദ്ദിൻ മുനാസബിൻ, യോജിച്ച ജറിന്റെ ഹർഫുകൾ. മിൻ എന്നാൽ നിന്ന്, ഇല എന്നാൽ ലേക്ക്, ഫി എന്നാൽ ഇൽ, അല എന്നാൽ മേൽ. അൽ കിതാബു ഡാഷ് അൽ മക്തബി, ദഹബ ഹാമിദുൻ ഡാഷ് ജാമിഅത്തി, ദഹബ മുഹമ്മദുൻ ഡാഷ് അസ്സീനി ഡാഷ് അൽ യാബാനി, അത്വാലിബു ഡാഷ് അൽ ഫസ്ലി, ഖറജൽ മുദീറു ഡാഷ് അൽ മദ്രസത്തി. അൽ കലിമാത്തുൽ ജദീദത്തു, ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ട പുതിയ പദങ്ങൾ. അൽ മദ്രസത്തു സ്കൂൾ, അൽ ഫസ്ലു ക്ലാസ്, അൽ ഹമ്മാമു ബാത്റൂം, അൽ മിർഹാലു ടോയ്ലറ്റ്, അൽ മത്ബഖു കിച്ചൺ, അൽ ഉർഫത്തു റൂം, അൽ ജാമിഅത്തു യൂണിവേഴ്സിറ്റി, അസൂഖു മാർക്കറ്റ്, അൽ യാബാനു ജപ്പാൻ, അസീനു ചൈന, അൽ ഹിന്ദു ഹിന്ദ് ഇന്ത്യ, അൽ ഫിലിപ്പീനു ഫിലിപ്പീൻ, അൽ മുദീറു മുദീർ, ദഹബ പോയി, ഖറജ പുറപ്പെട്ടു. ഈ പാഠത്തിൽ നാം ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് ഹർഫിന്റെ ജറുകളെയാണ്. വളരെ പ്രധാനപ്പെട്ട 4 ഹർഫിന്റെ ജറുകളാണ് നാം ഈ പാഠത്തിലൂടെ പരിചയപ്പെട്ടത്. ഫി എന്നാൽ ഇൽ, ഇൻ എന്നാണ് അർത്ഥം. അല എന്നാൽ ഓൺ എന്നാണ് അർത്ഥം. മിൻ എന്നാൽ നിന്ന് എന്നാണ് അർത്ഥം. ഫ്രം എന്നാണ് അർത്ഥം. ഇല എന്നാൽ ടു എന്നാണ് അർത്ഥം. ലേക്ക് എന്നുള്ളതാണ് അർത്ഥം.